ഇനി ആരും വരക്കാൻ അറിയില്ല എന്ന് പറയണ്ട. ഈ ഇല വെച്ച് നമുക്കൊരു അടിപൊളി പെയിന്റിങ് ചെയ്ത് നോക്കിയാലോ? അപ്പം എല്ലാവരും വാ, ഇതെങ്ങനെ ചെയ്യല് നോക്കിയാലോ? നമ്മൾ വരക്കുന്ന പേപ്പറിൽ കുറച്ച് അകത്തേക്കായി സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് ബ്ലാക്ക് പെയിന്റ് അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ പറിച്ച ഇല എടുത്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ ലൈറ്റ് യെല്ലോ ഷെയ്ഡ് പെയിന്റ് ആക്കിയിട്ട് ഈ കാണുന്ന പോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഫുള്ള് പെയിന്റിങ് കംപ്ലീറ്റ് ആക്കാൻ ഒരു 1-2 ഇല മതിയാവും. ഓരോ തവണ അതിന് ഇല ഒട്ടിക്കുമ്പോൾ അതിന് പെയിന്റ് ആക്കി കൊടുക്കണം, എന്നാൽ മാത്രമേ ഇത്ര കറക്റ്റ് ആയിട്ട് ഇത് വരും. ഇത് ഉണങ്ങിയതിന് ശേഷം ഒരു ഗ്രീൻ കളർ എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഇതേപോലെ ഒരു കോട്ട് അടിച്ചു കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഉണങ്ങിയതിന് ശേഷം. എന്നിട്ട് ഈ സെയിം പ്രൊസീജിയർ ആദ്യം റിപ്പീറ്റ് ചെയ്യുക. ഇത് 2 ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈഡിലുള്ള സെല്ലോ ടേപ്പ് നമുക്ക് റിമൂവ് ചെയ്യാം. ഈ സെയിം പ്രൊസീജിയർ തന്നെ ബോർഡറിന് പുറത്തേക്ക് ആക്കിയിട്ട് ഒരു ലെയറും കൂടെ ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ വീഡിയോ കാണുന്നവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കും കൂടി ഇടണേ. ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടെന്ന് ഒരു കമന്റും കൂടി ഇട്ടേക്ക്. പിന്നെ ഇതിൽ കാണുന്ന പോലെ സെൻറ്ററിലായിട്ട് പല കളർ വെച്ചിട്ട് നമുക്കൊന്ന് ഡോട്ട് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഇവിടെ വെച്ച് ഈ പെയിന്റിങ് നിർത്താം. അല്ല കുറച്ചും കൂടി അടിപൊളിയാക്കണമെങ്കിൽ ഈ കാണുന്ന പോലെ പുറത്തേക്ക് നിൽക്കുന്ന ലീഫിനെല്ലാം ബ്ലാക്ക് പെയിന്റ് കൊടുക്കുക. പുറത്തേക്ക് നിൽക്കുന്ന ലീഫിൻ്റെ ഭാഗം മാത്രമേ പെയിന്റ് കൊടുക്കണ്ടൂ. കുറച്ച് ബ്ലാക്ക് ഷെയ്ഡ് എടുത്തിട്ട് ഈ ഉള്ളിൽ വരുന്ന ഇലക്കെല്ലാം അതിൻ്റെ ഒരു ഷെയ്ഡിങ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ആദ്യം ചെയ്ത് ആ ലീഫിൻ്റെ പെയിന്റിങ് ഈ പുറത്തേക്ക് നിൽക്കുന്ന ബ്ലാക്ക് കളറിലേക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ സെൻറ്റർ ഭാഗം ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. എനിക്ക് ഈ വീഡിയോയിൽ ഫസ്റ്റ് ഒരു മണ്ടത്തരം പറ്റിയിട്ടുണ്ടായിരുന്നു. അത് മനസ്സിലായവരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ആരൊക്കെ വീഡിയോ കറക്റ്റ് ശ്രദ്ധിച്ചേ നോക്കാമല്ലോ.